പറ്റുന്നുണ്ട്. ഫർസാനക്ക് എന്തോ പറയാനുള്ളത് പറയാം. ഫർസാന ഫർസാന ഇനി കണ്ണ് തുറന്ന് മുമ്പിൽ അതാരാ ഫർസാന? കൈ എടുക്കണം എനിക്ക്. സംഭവം ഇയാൾക്ക് പറ്റുന്ന വിചാരിച്ചിട്ടേ ഇല്ല, പക്ഷെ രണ്ടാക്കും പറ്റൂല. ഇനി കൈ എടുക്കണോ? നിന്റെ പേരെന്ത്? പേര് മൂസിന അല്ലല്ലോ. കൂളായിട്ട് ഇരിക്ക. ഇതാരാ നോക്കി അറിയോ? ഫർസാന, നിനക്ക് നിന്റെ ചാനലിന്റെ പേര് നിന്റെ മൈൻഡിൽ നിന്ന് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അവന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടാവില്ല, ചാനലിന്റെ പേര് ഓർമ്മയുണ്ടാവില്ല. ഞാൻ വാങ്ങിച്ചു അവന്റെ കയ്യിൽ കൊടുത്തു. ഞാൻ എന്താന്ന് പേര് പറഞ്ഞേ? ചാനലിന്റെ പേരെന്തായിരുന്നു? എന്താ അത് ഇവിടെ എവിടെയോ ഉണ്ട്, ആരടുത്തോ ഉണ്ട് ആ ചാനലിന്റെ പേര്. അത് അവിടെയുള്ള പേര് ഞാൻ പറഞ്ഞുതരാം, ഇങ്ങോട്ട് നോക്ക്. കളിക്കുടുക്കാന്നാണ് എന്റെ ചാനലിന്റെ പേര്. ചാനലിന്റെ പേര് എന്താ പറഞ്ഞ? അല്ല, ഇനി ചിരിക്കോ? ചിരിക്കൂലെന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നു തരും. ചിരിക്കോ? ആക്കിയാൽ ഞാൻ തുറന്നു തരും. വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും വിശേഷം? അതായത് ഇപ്പൊ സമയം ഏകദേശം 8:30 മണിയായിട്ടുണ്ട്. അപ്പോഴാണ് ഞങ്ങളെ വിശേഷം. അപ്പൊ ഒന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. ഗസ്റ്റിന് നമ്മള് കൂലിക്ക് ആളെ വിളിച്ച് വരുത്തിച്ചതാണ് കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫർസു കുറേ നാളായി പറയുന്നുണ്ട് ഫർസുവിന്റെ വല്യമ്മനൊന്ന് കാണാം. അതായത് മരിച്ചിട്ട് ഇപ്പോ 2-2.5 കൊല്ലായി. അതെ, അപ്പൊ മരിച്ചു പോയ വല്യമ്മനെ കാണണമെന്ന് പറഞ്ഞാണ്ട് ഒരേ കരിച്ചില് തന്നെ. ഫർസൂൻ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഇതിന്റെ മുന്നൊക്കെ എന്റെ പൊന്നോ ചാനൽ അടിച്ചു പോയെന്ന് പറഞ്ഞ് കരഞ്ഞും മെഴുകിയ ആളാണ്. സത്യം പറഞ്ഞ ജാഗ്രത മനസ്സാണ്. ഞങ്ങളൊരു ഫ്രണ്ടും കൂടിയാണ്. അപ്പൊ ഞാൻ ഇൻസ്റ്റയില് ഓലെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഒരാള് ഇങ്ങനെ ഹിപ്നോട്ടിസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആളോട് ഞാനൊന്ന് ഇവിടം വരെ വരാൻ പറഞ്ഞു. അപ്പൊ ആള് മലപ്പുറത്തുനിന്ന് വരികയാണ്. അപ്പൊ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പൊ ആളെ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആള് വന്നാൽ ഹിപ്നോട്ടിസം ചെയ്യും. ഹിപ്നോട്ടിസം ചെയ്യും. ഭാവിയില് എന്റെ പുയ്യാപ്പിള ആരാണെന്ന് നോക്കാനുള്ള ഹിപ്നോട്ടിസോ. അവള് നിലത്തിറക്കിക്കാളേ, അതുകൊണ്ടാണ് ഈ അച്ചറ. അതിനാണ് പറയണ്ട അമ്മച്ചിനോട്. തരൂലോ കേൾക്കുന്നു. അതാണ് ഓളെ കൊട്ട. അത് സംഭവം അത് ജൂതാത്തന്റെ സിബേന്റെ കൊട്ടാണിത്. ഞങ്ങൾക്ക് എന്നോ തന്നാൽ സംഭവം വീരാനായിരുന്നു ഇത് യൂസ് ചെയ്തോണ്ടിരുന്നത്. നമ്മൾ ഐസുകൂട്ടന് ചെറിയ പനി. അപ്പൊ ഞാൻ മരുന്നൊക്കെ കൊടുത്ത് കെട്ടി ഉറക്കിക്കാണ്. ചിലപ്പോ ഇപ്പൊ കുറച്ച് കഴിഞ്ഞ പനി ഞാൻ നോക്കുമ്പോ കുറച്ച് വക്ക അയക്കുന്നു. ആയതുകൊണ്ട് വീട്ടിൽ ആകെ ഒരു ശോകമായ അവസ്ഥ. അല്ല, ഈ സമയത്തൊന്നും സ്വതവേ കിടന്ന് ഉറങ്ങലാണ്, അത് വേറെ കാര്യം. പിന്നെ പനിയും കൂടി വന്നപ്പോ എനിക്ക് ചെറിയൊരു ടെൻഷൻ. അപ്പൊ നമ്മളിവിടെ വീട്ടിൽ സ്പെഷ്യലായിട്ട് മന്തി ഉണ്ട്, അൽഫാം ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞാൻ ആശിക്കാക്കളോട് വാങ്ങാൻ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നു. പക്ഷെ നമ്മള് കുറച്ച് കഴിഞ്ഞാൽ വാങ്ങൂട്ടോ. കാരണം വരുന്നവർ എത്ര ആളുണ്ട് എന്നൊന്നും അറിയില്ല. ഒരു ലോറിക്കുള്ള ആളൊക്കെ ഉണ്ട് പറഞ്ഞത്. അതായത് അവരെ ഫ്രണ്ടും ആർക്കും ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കാസർഗോഡാണ് ഓരോ സ്ഥലം. അപ്പൊ ഒരു മലപ്പുറത്ത് നിന്നാണ് ഇപ്പൊ വരുന്നത്. അവിടെ നിന്ന് എന്തോ ഒരു പരിപാടി കഴിഞ്ഞ് വരികയാണ്. അപ്പൊ അതാണ് ഇത്ര ലേറ്റ്. പർസൊന്ന് വല്യമ്മന്റെ കൂടെ ആറാട്ട് എന്തോന്നാക്കും അങ്ങനെയൊക്കെ പറയണത്. എനിക്ക് കാണാനൊരു വല്യമ്മനെ കണ്ടിട്ടാക്കുന്ന ഒളിക്കാനാണ് ലാസ്റ്റ്. എനിക്ക് കാണാനൊരു പൂതിയുണ്ട്. എന്നിട്ട് എന്താ ചോദിക്കുന്നത്? ഞാനൊന്നും ചോദിക്കില്ല. വല്യമ്മനൊന്ന് കണ്ട് മതി. മുന്തിരി നിങ്ങളല്ലേ ജ്യൂസ് മേക്കർ, മതിയോ? പഞ്ചസാര ഇടണം, മുഴുവൻ ഇടണം. എന്നിട്ട് വല്യമ്മനോട് ഞാൻ എന്താ ചോദിക്കുന്നത് അത് പറയും. ഞാൻ പറയൂല.
എന്താണ് വലിയ ഡയലോഗ് അടിക്കണ്ട. എന്റെ പുയ്യാപ്പിളിനെ വരെ ഇതിൽ കാണും. സിലിക്ക് അതൊക്കെ കാണും. കാണും. എന്റെ പുയ്യാപ്പിളിനെയും കാണും. ഹിപ്നോട്ടിസം ചെയ്യാനേ അപ്പൊ ആളെ guys, വിളിച്ചിട്ട്. ഇന്നത്തെ വ്ളോഗ് അപ്പൊ അതാണ്. ഇതെങ്ങനാണ് എന്താന്നുള്ള ഒരു പിടുത്തം എനിക്കില്ല. അപ്പൊ നമുക്ക് ഒരു വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ടൊക്കെ നോക്കാം. നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയും ഇതിനെ പറ്റിയിട്ടുള്ളത്. സംഭവം പിന്നൊരു കാര്യം ഇത് ചെയ്യുന്നതിന് മുന്നേ പറയാനുള്ള സംഭവം കണ്ടുകണെങ്കിൽ സത്യം ഞാൻ സത്യം ഉള്ളത് പോലെ തന്നെ പറയും. പിന്നെ അത് വെറുതെ തട്ടിപ്പ് മറ്റേ പരിപാടി നടത്തരുത്. ഇല്ല ഉണ്ടെങ്കിൽ ഉണ്ട് തന്നെ ഈ ഫസ്റ്റ് പറയും. കള്ളത്തരാണെങ്കിലൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള എന്തോ ടൈപ്പ് ഉണ്ടോ ഒക്കെ നോക്കി വെക്കണം. ഞാൻ ഇപ്പൊ പണി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. അപ്പൊ ഇവര് ഇത് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചാ സംഭവം എന്താന്നുള്ള ഒന്നും എനിക്ക് അറിയില്ല. അല്ല ഞാൻ അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് കുറച്ച് ദിവസമായി. അപ്പൊ ഞാൻ ഇന്ന് വരുന്നത് എന്നോട് പറഞ്ഞത്. അപ്പൊ ഓക്കെ അവര് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ മുന്തിരി തീർന്നു. അടുത്ത മുന്തിരി വേണം ആക്ച്വലി. ഇപ്പൊ ചങ്ക് കെട്ടിച്ചിട്ട് ഇപ്പടുത്ത് പാട്ട് പത്തിമാരെപ്പോഴോ വൈക്കായി ചാർജ് ഇല്ല. അത് ചത്തതാണ്. ചെക്കന്മാരെടുത്ത് കളിച്ചിട്ട്. ചാർജ് ഉണ്ടോ? അത് മാത്രം നിങ്ങള് പറയാ. ഞങ്ങള് ഇതൊക്കെ പ്രേമിച്ച് കല്യാണം കഴിച്ച രണ്ടാളും സെയിം ക്ലാസ്സിലാണുള്ളത്. അങ്ങനെ ജാബി അങ്ങനെ സാറോട് സാർ എത്ര എല്ലാം അടിച്ചിട്ടും ചീത്ത പറഞ്ഞിട്ട് ഈ ഒരു മോന്ത കണ്ടതാ ഇളിഞ്ഞണ്ട് സാറോടാട് ചീത്ത കേട്ട് സാറ് വാച്ച് അടിച്ചാണ് പൊടിച്ചാന്ന് ഓളെ വാച്ച്. അന്ന് സാറെ തന്തക്ക് വിളിച്ചോളാണ് ഓള്. ശരി മാത്രം ഓള് അല്ല ഇപ്പളേ ചിരിച്ചോ കുറച്ച് കഴിഞ്ഞാൽ കരിയാണല്ലോ. കണ്ണിലും ഞാൻ നല്ല ഹാർഡായിട്ടുള്ള ഒരു പശ വയ്ക്കുന്നുണ്ട്. നല്ല സൂപ്പർ ഗ്ലൂ ആണ് വയ്ക്കുന്നുള്ളത്. ഭയങ്കര സ്ട്രോങ് ഉള്ള പശയാണ് കേട്ടോ. 2 കണ്ണിലേക്ക് ഞാൻ വയ്ക്കുന്നുണ്ട്. കണ്ണ് നെറ്റിയിൽ കൂടി പശ ഇങ്ങനെ ഒലിച്ചിറങ്ങി 2 കണ്ണിലേക്കും അത് എത്തിച്ചേർന്നിട്ടുണ്ട്. 2 കണ്ണും നല്ല പോലെ ഒട്ടിച്ചേർന്നിട്ടുണ്ട്. 2 കണ്ണും നല്ല പോലെ ഒട്ടിച്ചേർന്നിട്ടുണ്ട്. അത്രക്കും സ്ട്രോങ് ഉള്ള പശയാണ് ഈ പശ. കണ്ണിലേക്ക് കൂടി ഒഴുകുന്ന സമയത്ത് കണ്ണ് രണ്ടും നല്ല സ്ട്രോങ്ങിൽ ഒട്ടിച്ചേർന്നിട്ടുണ്ട്. വീണ്ടും കുറച്ചും കൂടെ പശ ഞാൻ വയ്ക്കുന്നുണ്ട്. കണ്ണുകൾ കൂടുതൽ അത്രക്കും സ്ട്രോങ്ങിൽ ഒട്ടിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ സ്ട്രോങ്ങിൽ ഒട്ടിച്ചേർന്നിട്ടുണ്ട്. കുറച്ചും കൂടെ പശ ഞാൻ വയ്ക്കുന്നുണ്ട് 2 കണ്ണിലും. ഈ സമയത്ത് കണ്ണുകൾ രണ്ടും അടർത്താൻ പറ്റാത്ത അത്രക്കും സ്ട്രോങ്ങിലാണ് ഒട്ടിച്ചേർന്നിട്ടുള്ളത്. നല്ല സ്ട്രോങ്ങിൽ ഒട്ടിച്ചേർന്നിട്ടുണ്ട്. നല്ല സ്ട്രോങ്ങിൽ 2 കണ്ണുകൾ ഒട്ടിച്ചേർന്നിട്ടുണ്ട്. ഫർസാനൻ്റെ 2 കണ്ണുകൾ ഇപ്പം തുറക്കാൻ പറ്റാതെ അത്ര സ്ട്രോങ്ങിൽ ഒട്ടിയിട്ടാന്നുള്ളത്. ഫർസാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് തുറക്കാൻ പറ്റില്ല. കണ്ണ് അത്രക്കും സ്ട്രോങ്ങിൽ ഒട്ടിച്ചേർന്നിട്ടുണ്ട്. ഫർസാനൊക്കെ വേണമെങ്കിൽ ശ്രമിച്ചു നോക്കാം. പക്ഷെ കണ്ണുകൾ തുറക്കാൻ പറ്റില്ല. തുറക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ ഹാർഡായിക്കൊണ്ടിരിക്കും. ഫർസാന കണ്ണ് തുറക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ ഹാർഡായിക്കൊണ്ടിരിക്കും. എത്ര ശ്രമിച്ചാലും തുറക്കാൻ പറ്റില്ല. അത്രക്കും സ്ട്രോങ്ങിൽ ഒട്ടിയിട്ടാണുള്ളത്. ഫർസാനക്ക് ഇനി കണ്ണ് തുറക്കാൻ പറ്റില്ല. 2 കണ്ണ് ഒട്ടിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. പറയണ്ട നമ്മള് പോട്ടെ. നാളെ കൂളായിട്ടിരിക്കുക. തട്ടോട്ടോ ഫർസാന നേരെ നിന്നോ. ഫർസാന കൂളായിട്ടിരിക്കാം. ഞാനൊന്ന് സ്നാപ്പ് ചെയ്താൽ ഇനി കണ്ണ് തുറക്കാൻ പറ്റും കേട്ടോ. ഇനി തുറക്കാൻ പറ്റും. രക്ഷപ്പെട്ട് നിങ്ങൾ പോയി ഞാൻ ഇങ്ങനെ കണ്ണുറക്കൂ. സത്യമായിട്ടോ ഇതിൽ എനിക്ക് തീരെ വിശ്വാസം ഇല്ലായിരുന്നു കേട്ടോ. മൂപ്പരാള് വന്നാ ഞാൻ നല്ലോണം എങ്ങനോ ഇതെന്താന്നൊക്കെ ചോദിച്ചു. സത്യം മൂപ്പരാള് ഇല്ല തൂക്കി ചാമ്പി. ഇത് സമ്മതിച്ചോട്ടോ. സത്യം പറയാണ് ഞാൻ എത്ര ഞാൻ ശ്രമിച്ചിട്ട് തുറക്കാൻ പറ്റുന്നില്ല. കൈയിന്റെ ഏകദേശം ഞാൻ ഇങ്ങനെ അടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ കണ്ണ് എനിക്ക് ഒരു രക്ഷയില്ല. കണ്ണ് തുറക്കാൻ പറ്റിയിട്ടില്ല. സത്യം വരെ ഞാൻ ഓക്കെയാണ്. ഇതെന്താ അങ്ങോട്ടൊന്നുമില്ല. ഇനി ഒന്നുമില്ല. ഇത് വെറും സജസ്റ്റബിൾ മാത്രമാണ് കേട്ടോ. നമുക്ക് ഇനി നോക്കാം, ട്രൈ ചെയ്യാം. ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ട് ഇപ്പൊ വരാം കേട്ടോ. ഒന്നും പറയണ്ട. നിങ്ങളുടെ കൈ വെക്ക്. ഇങ്ങോട്ട് നോക്കി എന്റെ കൈ നോക്കി.
എൻ്റെ കൈ വന്ന് നെറ്റിയിൽ മുട്ടുന്ന സമയത്ത് ഫർസാന ചെറിയൊരു സ്ലീപ്പിലേക്ക് പോട്ടോ. വന്ന് നെറ്റിയിൽ മുട്ടുന്ന സമയത്ത് ഫർസാന ചെറിയൊരു സ്ലീപ്പിലേക്ക് പോകും. സ്ലീപ്പ് 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 sleep deep 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 sleep. നിങ്ങൾക്ക് എൻ്റെ ശബ്ദം വളരെ വ്യക്തമായിട്ട് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കും കേട്ടോ. എൻ്റെ ശബ്ദം വളരെ വ്യക്തമായിട്ട് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കും. നിങ്ങളിനി വർക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എന്താണെന്ന് ഓർമ്മയുണ്ടാവില്ല. നിങ്ങളുടെ മൈൻഡിൽ നിന്ന് നിങ്ങളുടെ പേര് ഞാൻ എടുത്തോളാണ്. നിങ്ങൾ വർക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളുടെ പേരുണ്ടാവില്ല. നിങ്ങളുടെ പേരെന്താണെന്ന് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് ഓർമ്മയിൽ നിങ്ങളുടെ പേരെന്താണെന്ന് ഓർമ്മയുണ്ടാവില്ല കേട്ടോ. നിങ്ങളിനി വർക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരെന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. 1 2 3 ഓപ്പൺ യുവർ ഐസ്. ഹായ്. നിന്റെ പേരെന്താ പറഞ്ഞേ? എന്താ എൻ്റെ പേര്? പേരാന്ന് പേര് വെച്ച് എന്നറിയൂലേ? എൻ്റെ പേരെന്താ അറിയോ? എൻ്റെ പേര് അൽസു സഹദ്. നിന്റെ പേരെന്താ? പേരല്ലേ ചോദിച്ചേ. ഇതാരാണ്? ഹസ്ബൻഡിന്റെ പേരെന്താണ്? നിന്റെ പേരെന്താണ്? അറിയില്ല അല്ലേ? എന്റെ പേര് എവിടെയോ പോയി. ആലോചിക്കും തോറും ഹാർഡായിക്കൊണ്ടിരിക്കും. കിട്ടേ ചെയ്യില്ല. നിന്റെ പേരില്ലേ, ഞാൻ ഒന്ന് സ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാല് നിന്റെ പേര് ബിയാത്തു എന്നായിരിക്കും കേട്ടോ. എന്താ പേര്? ബിയാത്തു ആണ് പേര്. പേര് വെച്ച് ആണ് അല്ലേ? ആണ്. മൈക്ക് വേണോ അടുത്ത്? അതിന് അടുത്തവരെ കിട്ടൂല. വേണ്ട പറഞ്ഞ ഒന്നുമില്ല. ബിയാത്തുന് യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടോ? ഉണ്ടാ? എന്താ യൂട്യൂബ് അക്കൗണ്ട് പേരറിയോ? യൂട്യൂബിന്റെ പേരറിയോ? യൂട്യൂബിന്റെ പേര് എന്തോ ഉണ്ടല്ലോ, പക്ഷെ അത് മറന്നു. യൂട്യൂബിന്റെ പേരൊന്നും ഓർമ്മയുണ്ടാവില്ല, മറന്നിട്ടാണ്. ചാനലിന്റെ പേര് അറിയൂല? ചാനൽ ഉണ്ടോ? പക്ഷെ എനിക്ക് യൂട്യൂബ് ചാനൽ ഇല്ലല്ലോ. ഉണ്ടോ? പിന്നെന്താ ഉണ്ടാന്ന് പറഞ്ഞേ? അത് തട്ടൊക്കെ കേട്ടോ. വെറുതെ ഇങ്ങനെ പറയുന്ന ആൾക്കാരെ കൊണ്ട് യൂട്യൂബ് ചാനലൊന്നും ഇല്ല ഇങ്ങനെ പറയുന്നത്. ഇല്ലല്ലോ? ഇല്ല. അത് ചോദിക്കുന്നത് എന്താ ചോദിച്ചു പറഞ്ഞു? ഇതാരാന്നറിയോ ഈ ക്യാമറ അടിച്ചേക്കുന്നത്? എന്റെ ഹസ്ബൻഡ്. ഒന്ന് നോക്കിയേ. നിന്റെ ഹസ്ബൻഡ് അല്ല, എനിക്കറിയില്ല. അതാരാ നോക്കി? അതാരാ? ആരാ ചോദിക്ക? ആരാ അത്? നമുക്കറിയൂല. നമുക്ക് പോവാല്ലേ? ഞാൻ രക്ഷപ്പെട്ടു. നിങ്ങളാ ക്യാമറ പിടിച്ചെടുക്ക്. നീ ഇവിടെ വാ, നീ ഇവിടെ ഇരിക്കും. ബിയാത്തു എന്തുണ്ട് വിശേഷം? ആരോ അറിയാത്ത ആൾക്കാർ അടുത്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഇന്നെ അറിയൂലടോ. ഞാനാരാ മനസ്സിലായോ? എന്താ ഇയാളെ നിനക്ക് അറിയും കൂടെ ചെയ്യില്ല. നിന്നോട് ഭയങ്കര, എനിക്ക് ഇയാളെ ഇഷ്ടേ അല്ല. അയാളെ നോക്കി ചിരിക്കുകയും ചെയ്യൂല. അയാൾ ഇഷ്ടേ അല്ല എനിക്ക്. ആരാ നോക്കി? അറിയോ? എനിക്ക് അറിയില്ലല്ലോ. അയാളെ മുഖത്തേക്ക് പോലും നോക്കൂല. അത്ര ഇഷ്ടമല്ല. അടുത്ത് വയ്ക്കുകയും ചെയ്യില്ല. യാതൊരു ബന്ധവുമില്ല. മുൻജന്മത്തിൽ കണ്ടിട്ടുള്ള യാതൊരു ബന്ധവുമില്ല. അറിയേയില്ല. പക്ഷേ ഒന്ന് കണ്ണടിച്ചേ. എന്നെ കണ്ണടിച്ച് തുറക്കുമ്പം ലെഫ്റ്റ് സൈഡിൽ ദുൽഖർ സൽമാൻ ആയിരിക്കും കേട്ടാ. നോക്കിയേ, അതാരാ നോക്കി? ഇതാരാന്ന്? ബിയാത്തോ? അതാരാന്ന്? ആടിരുന്ന ഇതാരാന്ന് പറഞ്ഞ? ആരിത്? ഓക്കെ. എന്താ ഒന്ന് സ്നാപ്പ് ചെയ്ത് നിനക്ക് ആളെ അറിയൂല കേട്ടോ. നോക്കി അതാരും നോക്കി. എന്താ ഞാനൊന്ന് സ്നാപ്പ് ചെയ്താല് ഒന്ന് അത് ദുൽഖർ സൽമാൻ ആയിരിക്കും. ഇതാരാ? അവക്ക് അറിയൂല. ഓക്കെ. നിന്റെ പേരെന്താ പറഞ്ഞേ? ഫർസാന. കിട്ടിയിട്ടുണ്ട്. ഫർസാന. അത് ചില സമയത്ത് പെട്ടെന്ന് കിട്ടും.
ഇത് നമുക്ക് കുറച്ച് സമയത്തേക്ക് പിടിച്ചെടുത്താൻ പറ്റും. ഫർസാൻ അവിടെ കൈ വെച്ച് സോഫയില് എടുത്തോ കൈ വെച്ചല്ലേ ഫർസാന? നിന്റെ കൈ ഞാനിവിടെ ഒരു ആണി വെച്ചടിക്കുന്നുണ്ട് കേട്ടോ, നല്ല സ്ട്രോങ്ങില്. നീ ഇനി എത്ര ശ്രമിച്ചാലും നിനക്ക് ആ കൈ അവിടെ നിന്ന് എടുക്കാൻ പറ്റൂല, അത്രക്കും സ്ട്രോങ്ങിൽ അവിടെ ഒട്ടിച്ചേർന്നിട്ടുണ്ട്. ഒന്ന് എടുക്കാൻ ശ്രമിച്ചു നോക്കി. ആണി പറക്കി ഇല്ല, അവൾക്ക് എത്ര ശ്രമിച്ചാലും എടുക്കാൻ പറ്റും, അത്രക്കും സ്ട്രോങ്ങിലാണ് അവിടെ ഉള്ളത്. കല്ലങ്ങാൻ വെച്ചതാണ്. കൈ എടുക്കണോ? എന്നാ ഈ കൈ ഇപ്പുറം വെക്ക്. ഇനി ഈ കൈ എടുക്കാൻ പറ്റൂല. ആണി കുത്തി വെച്ചിട്ട് എന്താ ഒന്ന് ലിപ്പ് അടച്ചു വെച്ചേ. ഇനി ആ ലിപ്പ് തുറക്കാനും പറ്റൂല. ഇത് എങ്ങനെ നീ മിണ്ടും നോക്കട്ടെ. വേണോ ലിപ്പ് തുറക്കണോ? അന്ന് തുറന്നോ ലിപ്പ് തുറക്കാൻ കൈ എടുക്കണോ? അയാള് തൊട്ടാൽ നിന്റെ കൈ പൊന്തിക്കാൻ പറ്റും. എടുക്കാൻ പറ്റും, ഇനി എടുക്കാൻ പറ്റും. ഇപ്പുറത്ത് എടുക്കണോ? ആ കയ്യിൽ തന്നെ ഒന്ന് ടച്ച് ചെയ്താൽ ഈ കൈ എടുക്കാൻ പറ്റും. ഇനി കൈ എടുക്കാൻ പറ്റും. പറ്റും. സന്തോഷം. പക്ഷെ നിക്കാർന്ന് എണീക്കാൻ പറ്റൂല. എണീക്കാൻ പറ്റൂല എനിക്ക്. നോക്കിയേ, എണീറ്റ് നോക്കിയേ. പറ്റൂല എനിക്ക്, നിന്നെ കൊണ്ട് പറ്റൂല. ഇല്ല പറ്റൂല. എണീറ്റ് ഒന്ന് കാണട്ടെ. അല്ലാ ഫർസാന എന്നെ മറന്നോ? ആ പാട്ടറിയാം എനിക്ക്. കേട്ടുക്കണ പാട്ടോടോ? ഫർസാനക്ക് എവിടെയെങ്കിലും പോകാൻ ഇഷ്ടമുണ്ടോ? ട്രാവൽ ചെയ്യാൻ എവിടെയാണ് കാണാൻ ഇഷ്ടപ്പെട്ട സ്ഥലം? മണാലിയിൽ പോണോ? കല്യാണം കഴിയുന്നതിന് മുന്നേ കൊണ്ടുപോകുന്നതാണ്. കല്യാണം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നില്ല. ഞാൻ ഫ്രീ ആയിട്ട് കൊണ്ടുവന്നില്ല. എനിക്ക് എന്തെങ്കിലും ചില്ലറ തരുമോ? ഉറപ്പാ ഫ്രീ ആയിട്ട് മണാലിയിൽ കൊണ്ടുപോവാ. വാഗ്ദാനങ്ങൾ പാലിക്കാത്ത മണഗുണായ ഭർത്താവാണ് ഇത്. സ്ലിപ്പ് 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 ഡീപ്പ് സ്ലിപ്പ് ഡീപ്പ് സ്ലിപ്പ് ഡീപ്പ് സ്ലിപ്പ്. ശരീരം മൊത്തം മനോഹരമായിട്ടുള്ള ഒരു വർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡീപ്പായിട്ടുള്ള സ്ലീപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മസിൽസും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിലെ എല്ലാ മസിലുകളും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരീരത്തിലെ എല്ലാ മസിലുകളും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൂർണ്ണമായും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫർസാനക്ക് ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് കേൾക്കാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കട്ടെ. ഞാൻ എന്താണോ പറയുന്നത് വിശ്വസിക്കും. ഫർസാന ഇപ്പോൾ ഉള്ളത് മണാലിയിലാണ്. ഫർസാനക്ക് മണാലി ഒരുപാട് ഇഷ്ടമാണ്. മണാലിയിൽ പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് മണാലി കാണാൻ വേണ്ടിയിട്ട്. ഫർസാനക്ക് ഇപ്പം മണാലി നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട്. മഞ്ഞ് വീഴുന്നത് നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല തണുപ്പ് വരുന്നുണ്ട്. നല്ല തണുപ്പ് കൂടി വരുന്നുണ്ട്. -ഡിഗ്രിയിലേക്കാണ് പോകുന്നുള്ളത് തണുപ്പ് കൂടി ഫർസാനക്ക് സഹിക്കാൻ പറ്റാത്ത അത്രക്കും തണുപ്പ് കയറി വരുന്നുണ്ട്. ഫർസാനൻ്റെ ബോഡി മൊത്തം തണുത്ത് വറക്കുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ് വരുന്നത്. നല്ല തണുപ്പ് വരുന്നുണ്ട്. ഫർസാനൻ്റെ ബോഡിയിൽ മൊത്തം നല്ല തണുപ്പ് വരുന്നുണ്ട്. തണുപ്പ് കയറി ശരീരം മൊത്തം തണുത്ത് വറക്കാൻ പോകുന്നുണ്ട്. ശരീരം മൊത്തം തണുത്ത് വറക്കുന്നുണ്ട്. അത്രക്കും തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. ശരീരം മൊത്തം തണുത്ത് വറക്കുന്നുണ്ട്. നല്ല തണുപ്പ് കയറുന്നുണ്ട്. നല്ല തണുത്ത് വറക്കുന്നുണ്ട്. ശരീരം മൊത്തം തണുപ്പ് കൂടി വരുന്നുണ്ട്. ഫർസാനൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. തണുത്ത് വറക്കുന്നുണ്ട്. നല്ല പോലെ തണുത്ത് വറക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കും കേട്ടോ. ഞാൻ എന്താണോ പറയുന്നത് വിശ്വസിക്കും. ഫർസാനൻ്റെ ശരീരം മൊത്തം ഭയങ്കര തണുപ്പാണ്. ഫർസാനക്ക് സഹിക്കാൻ പറ്റാത്ത അത്രക്കും തണുപ്പാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫർസാന ഓപ്പൺ യുവർ ഐസ്. ഫർസാനക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യും കേട്ടോ. ഇപ്പം ശരീരം മൊത്തം നല്ല തണുപ്പ് ഫീൽ ചെയ്യും. തണുത്ത് വറച്ച് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത അത്രക്കും വലിയ തണുപ്പിലേക്കാണ് പോകുന്നുള്ളത്. അത്രക്കും തണുപ്പ്. ഫർസാനക്ക് കണ്ണുറക്കണോ? വേണ്ടാന്ന് അങ്ങനെ നിന്നോ.
ആ കണ്ണൊന്ന് തുറന്നു തരുന്നേ. കണ്ണ് തുറന്നേരാ കേട്ടാ. എന്താ വീഡിയോ എടുക്കുന്ന കണ്ണ് തുറക്കാൻ പറ്റും. ഇനി കണ്ണ് തുറക്കാൻ പറ്റും. ഞാൻ ഇമ്മാതിരി പണി ചെയ്തിട്ടൊന്നും പോകരുത് കേട്ടോ. ഞാൻ ഇപ്പോഴത്തെ കൂട്ടുപോലെ വെല്ലുമാനെ കാണുന്നതിന് കൊണ്ടുവന്നാണ്. കണ്ണ് പൂട്ടി വെച്ചിക്കാണ്. വെല്ലുമാനെ കണ്ടിട്ട് നമ്മ കാര്യം അപ്പൊ മേക്കപ്പ് എല്ലാം ഊരി പോകും. അപ്പൊ അത് കുഴപ്പമില്ല. കുറച്ച് ഇത് മാത്രം എടുക്കാന്നേ ഉള്ളു അല്ലേ. ഫർസാന ചിരിച്ചാൽ റീലേ കട്ടാവും. അതാണ് ഫർസാന ഇനി ചിരിക്കൂല കേട്ടാ. ചിരിക്കാൻ പറ്റില്ല ഇനി. ഇല്ല എനിക്ക് ചിരിക്കാൻ പറ്റില്ല. എനിക്ക് ചിരിക്കാൻ പറ്റില്ല. ഇല്ല കൈ താത്തോ, അല്ലെങ്കിൽ കൈ അങ്ങനെ പിടിക്കേണ്ടി വരും. വേണ്ട, ഞാൻ ചിരിച്ച് ഇത് ചിരിച്ചാൽ ഇതാണ്. ഫർസാന എന്താ ഫർസാനക്ക് ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. ജ്യൂസ് ഇഷ്ടാണ്. ജ്യൂസ് ഇഷ്ടാണ്. ഞാൻ പറയുന്നത് കേൾക്കുള്ളൂ. ഇതാ ഈ ഫിംഗർ വന്ന് ടച്ച് ചെയ്യുമ്പോൾ നീ ചെറിയ സ്ലീപ്പിലേക്ക് പോകും. പക്ഷെ അങ്ങനെ പറഞ്ഞാലും ഉറങ്ങണം. എനിക്ക് വല്യമ്മനെ കണ്ടേ അപ്പൊ ഉറങ്ങണം. ഞാൻ പറയും പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല, പിന്നെ പറ്റണം. അതാണ്, റിജക്ട് ചെയ്യാൻ പാടില്ല. കൈയൊക്കെ നേരെ വെച്ചു. ഇതൊന്ന് നോക്കി, ഇതൊന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സ്ലീപ്പിലേക്ക് പോകട്ടോ. സ്ലീപ്പ് 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 സ്ലീപ്പ്. ആരെങ്കിലും ഒരാൾ വരും. ഫർസാനക്ക് എന്റെ ശബ്ദം മാത്രം കേൾക്കാൻ പറ്റും. ഫർസാന വേറെ ആര് വിളിച്ചാലും ഇപ്പോൾ ഉറക്കുന്ന എണീക്കാൻ പറ്റില്ല കേട്ടോ. വേറെ ഒരു ശബ്ദം കേൾക്കാൻ പറ്റില്ല. ഞാൻ വിളിച്ചെങ്കിൽ മാത്രമേ എണീക്കാൻ പറ്റുള്ളൂ. വേറെ ഒരു ശബ്ദം കേട്ടാലും ആര് വിളിച്ചാലും എണീക്കാൻ പറ്റില്ല. അസുഖം വിളിച്ചു നോക്കി. ആര് വിളിച്ചാലും കേൾക്കില്ല കേട്ടോ. ഒരാൾ വേണമല്ലോ ഇപ്പം വലിയ മീറ്റിംഗ്. ആരാ വേണ്ട? ആരെങ്കിലും വീഡിയോ നിൽക്കോ? വീഡിയോയിൽ ആരെങ്കിലും നിൽക്കാൻ പറ്റും. ഫർസാനക്ക് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. അതനുസരിച്ചിട്ട് പ്രവർത്തിക്കാനും സാധിക്കും കേട്ടോ. ഞാൻ എന്താണോ പറയുന്നത് അത് വിശ്വസിക്കാൻ പറ്റും. ഫർസാനക്ക് ഞാൻ എന്താണോ പറയുന്നത് അത് വിശ്വസിക്കാൻ പറ്റും. വേറെ ആര് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് എന്തും ഫർസാനക്ക് വിശ്വസിക്കും. ഫർസാനക്ക് ഫർസാനന്റെ വല്യമ്മ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഫർസാനന്റെ വല്യമ്മ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഫർസാനക്ക് വല്യമ്മയെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഫർസാനക്ക് വല്യമ്മയെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഫർസാന ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഫർസാനന്റെ വല്യമ്മയെ ഫർസാന ഇനി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞെങ്കിൽ ഫർസാനന്റെ ഇടതുഭാഗത്ത് കാണാൻ പറ്റും. ഫർസാന ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഫർസാനന്റെ വല്യമ്മയെ ഫർസാനക്ക് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. ഫർസാനന്റെ വല്യമ്മയുടെ മുഖം നല്ലപോലെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. വല്യമ്മയുടെ ഒത്ത് ഉണ്ടായ നാളുകളൊക്കെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. ഫർസാന ഇനി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫർസാനന്റെ ഇടത് ഭാഗത്ത് ഇരിക്കുന്നത് ഫർസാനന്റെ വല്യമ്മ ആയിരിക്കും കേട്ടോ. ഫർസാന ഓപ്പൺ യുവർ ഐസ്. അതാരോ നോക്കി ആരാ അത്? ഫർസാന ഏയ് ഇതാരാ നോക്കി? അറിയോ ഫർസാന? ഫർസാനക്ക് അറിയോ? ആളറിയോ? ഏയ് ഫർസാന ആരാത്? ഏയ് ആരാന്ന് പറഞ്ഞേ? എനിക്കറിയല്ലോ, ആളറിയല്ലോ. ഇങ്ങോട്ട് നോക്കി എന്നെ നോക്കി. ഫർസാന എന്നെ നോക്കി. ഫർസാനന്റെ വല്യമ്മയാണ്. അത് നോക്കി. വല്യമ്മേനെ കാണുന്നില്ലേ? ഇഷ്ടല്ലേ? അജ്ജിമ്മയാണത്. നോക്കി. അറിയൂലേ? എഴുതാത്തെ എന്താ പറ്റിയേ? അജ്ജിമാണോ വിളിക്കലേ? ഫർസാനക്ക് അജ്ജിമ്മയെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അജ്ജിമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. ഫർസാനക്ക് അജ്ജിമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. കാണാൻ കുറേ നാൾ ആഗ്രഹിച്ചിട്ടുണ്ട്, കൊതിച്ചിട്ടുണ്ട്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അജ്ജിമ്മയെ കാണാൻ വേണ്ടിയിട്ട്. അജ്ജിമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഫർസാന ഇനി കണ്ണ് തുറന്നാൽ ഇടത് ഭാഗത്ത് ഫർസാനന്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഫർസാനെ കാണാൻ ആഗ്രഹിച്ചിട്ടില്ല, ഫർസാനന്റെ അജ്ജിമ്മയെ കാണാൻ പറ്റും.
ഫർസാനക്ക് ഇനി അടുത്ത ഭാഗത്ത് ഫർസാനന്റെ അജ്മയെ കാണാൻ പറ്റും കേട്ടോ. ഫർസാന ഓപ്പൺ. ഇതാരാ നോക്കി, ആരാ നോക്കി. മൈൻഡ് വേറെ പോയിട്ടുണ്ട്. ഉമ്മണീച്ചോ കേട്ടോ. സ്ലീപ്പിലേക്ക് പോകും. കണ്ണ് ടയേർഡ് ആയിക്കൊണ്ടിരിക്കും. ഒന്ന് നെറ്റിന് മുട്ടുമ്പോൾ ചെറിയൊരു സ്ലീപ്പിലേക്ക് പോകട്ടോ. സ്ലീപ്പ്. ഫർസാനക്ക് എൻ്റെ ശബ്ദം വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. അതനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കട്ടോ. ഫർസാന ഞാൻ എന്താണോ പറയുന്നത് വിശ്വസിക്കും. ഞാൻ എന്താണോ പറയുന്നത് അത് ഫർസാന വിശ്വസിക്കും. ഫർസാനക്ക് ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റും. ഞാൻ എന്താണോ പറയുന്നത് അത് കാണാനും പറ്റും. അത് മാത്രമേ കേൾക്കാനും പറ്റും. ഫർസാനക്ക് അജീമയെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഫർസാനക്ക് അജീമയെ ഒരുപാട് ഇഷ്ടമാണ്. കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അജീമയെ. ഫർസാനക്ക് അജീമയെ ഒരുപാട് ഇഷ്ടമാണ്. കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഫർസാന ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കാണാൻ. ഫർസാനക്ക് അജീമയെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. ഫർസാനക്ക് അജീമയെ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. അജീമയുടെ മുഖം നല്ലപോലെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. അജീമയുടെ മുഖം മനസ്സിൽ നല്ലപോലെ തെളിയുന്നുണ്ട്. അജീമേൻ്റെ കൂടെ ഉണ്ടായ നാളുകളൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. അജീമയെ കണ്ട് ഫർസാന സംസാരിച്ചതൊക്കെ ഫർസാനക്ക് മനസ്സിൽ നല്ലപോലെ ഓർമ്മ വരുന്നുണ്ട്. അജീമയെ ഒരുപാട് ഇഷ്ടമാണ്. അജീമയെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് കൊതിക്കുന്നുണ്ട് ഫർസാനക്ക് അജീമേൻ്റെ മുഖം നല്ലപോലെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. ഫർസാന എന്ത് പറഞ്ഞാലും ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നതാണ്. ഫർസാന വിശ്വസിക്കുന്നതാണ്. ഫർസാനക്ക് അജീമയെ കാണാൻ നല്ല അതിയായ ആഗ്രഹമുണ്ട് കേട്ടോ. കണ്ണിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അജീമ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. മുമ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. ഫർസാന ഇതിന് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഫർസാന ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാണാൻ ആഗ്രഹിച്ചിട്ടില്ല അജീമ ആയിരിക്കും കേട്ടോ മുമ്പിലുണ്ടാവാം. ഫർസാന ഓപ്പൺ. ഇതാരാ നോക്കി, മുമ്പിൽ ആരാ നോക്കി. ഇതാരാ എന്താണ് പറ്റിയെങ്കിൽ ഡിസ്റ്റർബഡ് ആവുന്നുണ്ട്. എന്തെങ്കിലും കൊണ്ട് കാണാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് നിൽക്കല്ല. പറ്റും. ഓക്കെ, കാണാൻ പറ്റും. ഫർസാന ബാക്കി എണ്ണിക്കോ. അത് കഴിഞ്ഞിട്ട് എത്രയാണ്? ഇവിടെ ഒരു നമ്പർ മിസ് ചെയ്തിട്ടുള്ള. ഏത് നമ്പർ? 1 2 4. ബാക്കി എണ്ണിക്കോ. ഫുൾ എണ്ണ ഒച്ചത്തിൽ എണ്ണിക്കോ. 1 2 4 5 6 7 8 9 10 11 പേരില്ല ഒരാൾക്കാ. 11 പേരുണ്ടോ? എത്ര പേരില്ല? അല്ലല്ലോ, നീ എത്ര എണ്ണി? നിനക്ക് 11 ഉണ്ടോ? ഒന്നുകൂടെ എണ്ണി. എന്തോ ഉണ്ട്. 1 2 4 5 6 7 8 9 10 11. നമുക്കൊക്കെ 10 പേരില്ല. നിനക്ക് എത്ര പേരില്ലേ? എനിക്ക് 10 പേരല്ലേ. നിനക്ക് എത്ര ഉള്ളത്? 11. ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത്. 1 2 4 5 6 7 8 9 10 11. ഫർസാനക്കില്ലേ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫർസാനക്ക് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഫർസാനക്ക് ഏറ്റവും ഫേവർ ആയിട്ടുള്ള, ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള, നല്ല മധുരമുള്ള ഒരു ജ്യൂസ് ഞാൻ തരാൻ പോകും കേട്ടോ. ഫർസാനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ് കേട്ടോ. അതിൻ്റെ കളർ കാണാൻ പറ്റും. കുടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. ആ ജ്യൂസ് ഒന്ന് കുടിച്ച് നോക്കി. ഇഷ്ടപ്പെട്ട ജ്യൂസാണ്. ഏതാ ജ്യൂസ് നോക്കി. ഏതാണ് ഫേവറേറ്റ് ജ്യൂസാണ്. നല്ല മധുരം ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഏതാ ജ്യൂസ്? ഇത് ബട്ടർ ജ്യൂസാണ് കേട്ടോ. അത് അതിന്റെ കളർ കാണാൻ പറ്റുമല്ലോ. നോക്കി, എന്താ കളർ നോക്കി. പച്ച കളർ കറക്റ്റാണോ? എനിക്ക് വേണോ ബട്ടർ ജ്യൂസ്? വേണോ? ഇനി വേണോ? പക്ഷെ ഇത് പിടിച്ചേ. ഇനി ഇത് കുടിക്കുമ്പോൾ ഇത് ഭയങ്കര കയ്പായിരിക്കും. കയ്പൊക്കെ ജ്യൂസാണത്. വായിൽ വെക്കുമ്പോൾ തന്നെ ഭയങ്കര കയ്പായിരിക്കും. എനിക്കത് വായിൽ വെക്കുമ്പോൾ തന്നെ കഴിച്ചിട്ട് ഇറക്കാൻ പറ്റും. അത്രക്കും കയ്പുണ്ട് അതിന്. ഭയങ്കര കയ്പായിരിക്കും. കഴിച്ചിട്ട് ഇറക്കാൻ പറ്റൂല. അത്രക്കും കയ്പാണ്. എന്ത് ജ്യൂസാ അത്? എന്താണ്? തുപ്പണോ? തുപ്പിക്കോ. എന്താണ്?
കൈപ്പൊക്കെ ജ്യൂസ് ആണത്. വേണോ കൈപ്പൊക്കെ ജ്യൂസ്? വേണ്ട. അതിന് കളർ കാണാൻ പറ്റില്ല. എന്ത് കളർ നോക്കി? പച്ച. പച്ച കൈപ്പൊക്കെ ജ്യൂസ് ആണ് കേട്ടോ. കൈപ്പൊക്കെ ജ്യൂസ് പിന്നെ ഞാൻ കുടിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതെന്താണ് സാധനം? നോക്കി ഒന്ന് കണ്ണടച്ചേ. തുറക്കുമ്പോ അതൊരു മൊയലായിരിക്കും കേട്ടോ. നോക്കി നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ബാക്കിയൊക്കെ പോകും. ചിലതൊക്കെ കത്തുന്നുണ്ട്, ചിലത് കത്തുന്നില്ല. അത് മൈൻഡ് അത്രയും കൊടുക്കാത്തോണ്ടാണ്. ഈ കയ്യിന് ഇടുന്ന് അളക്കാൻ പറ്റൂല. ഇതാണ് വില. ഞാൻ എന്തോ പറഞ്ഞില്ലെങ്കിൽ അപ്പന്റെ കണ്ണു പൂട്ടി അല്ലെങ്കിൽ കൈ ലോക്കാക്കും. ഇത് രണ്ടും എനിക്ക് തുറക്കാനും പറ്റൂല. പണിയൊന്നും ചെയ്യരുത് കേട്ടോ. ഞാൻ പറഞ്ഞു ഇല്ല, തുറക്കൂല. എനിക്കറിയാത്. ശ്രമിച്ചോക്ക് പറ്റുമോന്ന്. ഇല്ല, അത് ഞാൻ പറയാത്തതിനെ കൊണ്ട് ചെയ്ത ശിക്ഷമാണ്. ഇനി പറ്റൂട്ടെ, ഇനി പറ്റും. ഇനി തുറക്കാൻ പറ്റും. പക്ഷെ ആ ഗ്ലാസ് കണ്ടോ? ആ ഗ്ലാസ് എനിക്ക് അവിടെ നിന്ന് പൊക്കാൻ പറ്റില്ല. അതിന് ഭയങ്കര വെയിറ്റ് ആണ്. എനിക്ക് എന്നെ കൊണ്ട് പൊക്കാൻ പറ്റില്ല. അത്രക്കും വെയിറ്റ് ഉണ്ട്. എന്നെ കൊണ്ട് പറ്റൂല, അത് പൊക്കാൻ പറ്റില്ല. ഭയങ്കര വെയിറ്റ് ആണ്. 5 കിലോ ഉള്ള സാധനമാണ്. അത് 100 കിലോ ഉള്ള സാധനമാണ്. എന്നെ കൊണ്ട് പൊക്കാൻ പറ്റില്ല. 5 കിലോ വരെ എത്ര ശ്രമിച്ചാലും പൊക്കാൻ പറ്റില്ല. അത്രക്കും വെയിറ്റ് ഉണ്ട് അതിന്. എന്താ ചെയ്യാ ഇപ്പൊ? എന്നെ കൊണ്ട് പറ്റൂലടോ. ഇങ്ങനത്തെ ഓരോന്ന് ചെയ്തു തരൂ. പക്ഷെ അതിന് നല്ല ചൂടുണ്ട് കേട്ടോ. അങ്ങനെ ചൂട് കൂടിക്കൊണ്ട് വരുന്നുണ്ട് ആ ഗ്ലാസ്സിന്. നല്ല ചൂട് കേറിക്കൊണ്ട് വരുന്നുണ്ട്. അതിന് ചൂട് കേറിക്കൊണ്ട് വരുന്നുണ്ട്. അത് കൈ പൊള്ളും. ഇപ്പൊ നീ കൈ എടുക്കുവാണെന്ന്, കൈ പൊള്ളിയിട്ട് നീ കൈ എടുക്കും. അത്രക്ക് ചൂട് കയറുന്നുണ്ട് അതിന്. നല്ല ചൂടാന്ന് വരുന്നത് ഗ്ലാസ്സിന്. ചൂട് കേറി വരുന്നുണ്ട്. ചൂട് കേറി നിനക്ക് കൈ ഇപ്പൊ അവിടെ നിന്ന് എടുക്കും. അത്രക്കും ചൂടുണ്ട് അതിന്റെ ഗ്ലാസ്സിന്. നല്ല ചൂടാണ് വരുന്നത്. ഭയങ്കര ചൂട് വരുന്നുണ്ട് അതിന്. ചൂട് നല്ല തീ പൊള്ളുന്ന പോലെ കൈ പൊള്ളുന്നുണ്ട്. നിനക്ക് നല്ല ചൂടുണ്ട് ഗ്ലാസ്സിന്. നല്ല ചൂടുണ്ട്. കൈ ഇങ്ങനെ നല്ല പൊള്ളിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത്രക്കും ചൂടുണ്ട് അതിന്. കൈ പൊള്ളുന്നുണ്ടോ? ഇല്ല. ചില സാധനം എടുക്കുന്നുണ്ട്. പക്ഷെ ഗ്ലാസ് പൊക്കാൻ പറ്റൂല. എങ്ങനെ ഇപ്പൊ അത് കഴിയും? അങ്ങനെ വേണമെങ്കിൽ നോക്കാം. ഷേക്ക് ഹാൻഡ് കൊടുക്കണോ? വീഡിയോ എടുക്കുന്നുണ്ടേ. ഷേക്ക് ഹാൻഡ് കൊടുക്കണോ? കൊടുത്തോ. ആ ഷേക്ക് ഹാൻഡ് എടുത്ത് അവിടെ ഇരുന്നു. പക്ഷെ കൈയിനെ അളക്കാൻ പറ്റൂല എനിക്ക്. ആ കൈ അളക്കാൻ പറ്റൂല എനിക്ക്. ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. എനിക്ക് അളക്കാൻ പറ്റൂല. അവർക്കും പറ്റൂല. രണ്ടാക്കും കൈ എടുക്കാൻ പറ്റൂല. കൈ എടുക്കാൻ. രണ്ടാളും എത്ര ശ്രമിച്ചാലും എടുക്കാൻ പറ്റൂല. ഇല്ല, പറ്റൂല. നിങ്ങൾ ശ്രമിച്ചാ പറ്റൂല. നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. പറ്റൂല, നിങ്ങളെ കൊണ്ട് പറ്റൂല. രണ്ടാക്കും കൈ എടുക്കാൻ പറ്റൂല. എനിക്ക് കൈ എടുക്കാൻ പറ്റൂട്ടാ. വെറുതെ വന്ന് നിന്നല്ലേ നീ? ഞാൻ കയ്യട വെച്ചേ നോക്കട്ടെ. ആ കയ്യട വെച്ചേ. എനിക്ക് കൈയിടുന്ന് എടുക്കാൻ പറ്റൂല. ആരാ പറഞ്ഞ ഇരിക്കാൻ? വെറുതെ വന്നിട്ടിരുന്നതാണ്. എല്ലാ ആവശ്യവും എന്താ ചെയ്യാ? നമ്മ പോട്ടാ. നമ്മ പോന്നേ മൂസിന. നമ്മ പോന്നേ. സോഫയും കൂടെ കൊണ്ടുപോയിക്കോളി. അതില് പറയുന്നില്ല. എന്താട്ടാന്ന് പറയുന്ന മറ്റേ പറയുന്നില്ല. കൈ എടുക്കണം എനിക്ക്. സംഭവം ഇയാൾക്ക് പറ്റുന്ന വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷെ രണ്ടാക്കും പറ്റൂല. ഇനി കൈ എടുക്കണോ? നിന്റെ പേരെന്ത്? പേര് മൂസിന അല്ലല്ലോ. എന്താ പേര്? മൂസിനക്ക് ഇനി കൈ എടുക്കാൻ പറ്റും.
ആണിട്ടോ അയ്യോ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് ആ കണ്ണൊന്ന് കൂട്ടി കൊടുത്താൽ രക്ഷപ്പെട്ട് അയ്യോ അയ്യോ എന്നാലും നിക്കെന്ത് തോന്നി ഉടായിപ്പോന്ന് തോന്നണ്ടോ? ഉടായിപ്പൊന്നും തോന്നില്ല, പക്ഷെ വല്യമ്മനെ വല്യമ്മനെ ഞാൻ കാണിച്ചു തരും, അത് ഞാൻ പറഞ്ഞു, ഞാൻ കാണിച്ചു തരും. അത് എനിക്ക് ഞാൻ ഒന്നാമത് മനസ്സിൽ നല്ലോണം, പക്ഷെ പുറത്തെത്തുമ്പോ അത് നിന്റെ ചിരി കുറച്ചാ മതി. എനിക്ക് ഇനി ചുണ്ട് തുറക്കാൻ പറ്റൂല, അപ്പൊ നിന്റെ ചിരി നിക്കും. ഒന്നില്ലേ ഇനി ചിരിക്കാൻ പറ്റൂലല്ലോ? ഇല്ല, കണ്ണും കൂടെ എടുക്കട്ടെ. നിന്റെ ചുണ്ടില്ലേ ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് നെറ്റിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നെറ്റിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. നിന്റെ ചുണ്ടിന് ഇവിടെ നെറ്റിയിലാണ് കേട്ടോ. എവിടെ ചുണ്ട്? എവിടെ ഉള്ളത്? അവിടെ അല്ലേ? ചുണ്ട് തുറക്കാനൊക്കെ പറ്റും, പക്ഷെ നിന്റെ ചുണ്ട് എവിടെയാ ഉള്ളത്? എവിടെയുള്ള ചുണ്ട്? വെള്ളം കുടിച്ചോ നോക്കട്ടെ. അതാ വെള്ളം കുടിച്ചോ, കുടിച്ചോ കുടിച്ചോ കുടിച്ചോ, വെള്ളം കുടിച്ചോ, വെള്ളം കുടിച്ചോ, കുടിച്ചോ കുടിച്ചോ. ഫർസാന വെള്ളം കുടിച്ചോ? നല്ലതാവണ്ട, കുടിച്ചോ. ആ മതി മതി, എത്ര വെള്ളം മതി, എത്ര വെള്ളം മതി മതി. ഇനി വെള്ളം വേണോ? വേണ്ടല്ലോ, അവിടെ വെച്ചാൽ മതി. ചുണ്ട് ഇവിടെ കൊണ്ടുപോയി ചുണ്ടാടെ തന്നെ കിടക്കട്ടെ. വേണ്ടല്ലോ, ഇവിടെ കൊണ്ടുപോയി വെക്കണം. ചുണ്ട് ഞാൻ നെറ്റിന്ന് എടുത്തിട്ട് ഇതാ റാഷിന്റെ, റാശില്ല ആശിന്റെ കയ്യിൽ കൊടുക്കണം കേട്ടോ. ഇതിന്റെ ചുണ്ട് താടെ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? കാണുന്നില്ലേ? ഇപ്പൊ ചുണ്ടവിടെ ഉള്ളേ? ചുണ്ടവിടെ ഉള്ളേ? ഇനി വെള്ളം കുടിച്ച നോക്കട്ടെ. വെള്ളം കുടിച്ച, വെള്ളം കുടിച്ച നോക്കട്ടെ. വെള്ളം കുടിച്ച നോക്കട്ടെ, വെള്ളം കുടിച്ച. ചുണ്ട് വേണോ നിനക്ക്? ചുണ്ട് വേണോ? എന്നാ തരാൻ പറയാനോട് കൊടുക്കേ. എവിടെ വെക്കണ്ട ചുണ്ട്? വേറെ എവിടെയും വെക്കട്ടെ. കിട്ടിയോ? അൽഹംദുലില്ലാ, കിട്ടിയല്ലോ, ചുണ്ട് എത്തിയല്ലോ. ഉറക്കം വരുന്നുണ്ടോ? ചുണ്ട് കിട്ടിയ സന്തോഷത്തിന് വായ വളർന്നതാ. എന്തൊക്കെയായിരുന്നു. നിന്റെ ചാനലിന്റെ പേരെന്താ പറഞ്ഞേ? മറന്നിട്ടുണ്ടല്ലോ, ഇനി പറയാൻ പറ്റുള്ളല്ലോ. നിന്റെ ചാനലിന്റെ പേരെന്ത്? നിനക്ക് നിന്റെ ചാനലിന്റെ പേര് നിന്റെ മൈൻഡിൽ നിന്ന് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അവന്റെ കയ്യിൽ കൊടുത്തിട്ട് നിനക്ക് ഓർമ്മയുണ്ടാവില്ല. ചാനലിന്റെ പേര് ഓർമ്മയുണ്ടാവില്ല. അവന്റെ കയ്യിൽ കൊടുത്തു ഞാൻ. എന്താന്ന് പേര് പറഞ്ഞേ? ചാനലിന്റെ പേരെന്തായിരുന്നു? എന്താ? അത് ഇവിടെ എവിടെയോ ഉണ്ട്, ആരടുത്തോ ഉണ്ട് ആ ചാനലിന്റെ പേര്. അത് അവിടെയുള്ളേ. ചാനലിന്റെ പേര് പറയും. ചാനലിന്റെ പേര് ജബാ. വണ്ണം അടിക്കാനായ ചാനലാണ്. ഓ അത് എനിക്കറിയാം. അതെന്ത് പേര്? എനിക്ക് പേര് കിട്ടണില്ല. പേര് ഞാൻ പറഞ്ഞുതരാം, ഇങ്ങോട്ട് നോക്ക്. കളിക്കുടുക്കാന്നാണ് എന്റെ ചാനലിന്റെ പേര്. ചാനലിന്റെ പേര് എന്താ പറഞ്ഞ? കളിക്കുടുക്ക അല്ല കേട്ടാ. ഇവിടെ ചാനലിന്റെ പേര് അൽസു ട്രിക്സ് എന്നാണ് കേട്ടോ. എന്താണ് ചാനലിന്റെ പേര്? അൽസൂസ് ട്രിക്ക്. എല്ലാരും ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. ചാനലിന്റെ പേരും കൂടെ പറഞ്ഞു കൊടുക്കും. അൽസു ട്രിക്സ്. അൽസൂസ് ട്രിക്ക്. എന്തേനു? അൽസു ട്രിക്സ് എന്നാണ് നിന്റെ ചാനലിന്റെ പേര്. അതൊന്നല്ല എന്റെ ചാനലിന്റെ പേര്. തന്നെ? എന്റെ ചാനലിന്റെ പേര് അൽസു ട്രിക്സ് എന്നാണ്. അല്ല. ആണ്? അല്ല. ഇങ്ങോട്ട് നോക്കിയേ, എന്റെ കണ്ണിൽ നോക്കിയേ. അൽസു ട്രിക്സ് എന്നാണ് എന്റെ ചാനലിന്റെ പേര്. എന്താ പേര്? അല്ല, ഞാൻ കണ്ണു പോട്ടോ. ഒറിജിനൽ പേര് പറഞ്ഞ നീ. ചാനലിന്റെ പേരെന്താ? അത് കിട്ടുന്നില്ല. നിന്റെ പേരെന്താ? ഫർസാന. അപ്പൊ ചാനലിന്റെ പേരെന്താ? ഫർസാന. അല്ല, ചാനലിന്റെ പേര് എനിക്ക് അറിയില്ലല്ലോ. ആലോചിക്കും തോറും ഹാർഡായിക്കൊണ്ട് കോട്ടോ. നിനക്ക് കിട്ടിയില്ല പേര്, ചാനലിന്റെ പേര് കിട്ടിയില്ല. ആലോചിച്ച് പറഞ്ഞാൽ മതി. സമയം തിരക്കൊന്നുമില്ലല്ലോ. പോവാൻ തിരക്കായാ? എനക്കും പോണം, കാസർഗോഡ് എത്തണം. തന്നെ അല്ലേ? ആണ്, പറഞ്ഞോളൂ. എന്റെ ചാനലിന്റെ പേര് ആണ്.
അതെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഇവിടെ ചാനലിന്റെ പേര് അൽസോ ട്രിക്സ് എന്നാണ്. എല്ലാവരും ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലേക്കാണ് അമർത്തണം. ഓക്കെ, ഇനി എന്താ ആലോചിക്കുന്നേ? അതിനാണെന്ന് ആലോചിച്ചോ? അതെന്നെ മനസ്സിലേ ഉള്ളു, വേറൊന്നും ഇല്ല. അതന്നെ ഉള്ളു, വേറൊന്നും തോന്നുന്നില്ല. നിന്റെ പേരെന്താ പറഞ്ഞേ? നിന്റെ പേര് ചീരു എന്നാണ്. നിന്റെ പേര് ഇനി മുതൽ ചീരു എന്നാണ്. പേരെന്താണ്? ചീരു. ചീരു. നിന്റെ പേര് ചീരു ആണ്. ഞാൻ സ്നാപ്പ് ചെയ്താൽ നിന്റെ പേര് ചീരു ആയിരിക്കും. എന്താ പേര്? ചീരു. ചീരു ചേച്ചി. ചീരു. ആണ്. അല്ല, പിന്നെന്താണ് പേര്? എന്റെ പേര് എനിക്ക് അതൊന്നും അല്ല, എനിക്ക് അതൊന്നും അല്ലാന്നറിയാം. എന്റെ പേര് അല്ല, സർട്ടിഫിക്കറ്റിൽ അങ്ങനെ ചീരു. 2 E ഉണ്ട്. ചീരു. അത് പറഞ്ഞോണ്ടാ. ചീരു. ചീരു അല്ല. CHWRU. ചീരു. നമ്മള് പോട്ടെ. PP ഉണ്ട്. പോവാല്ലേ? ഇനിഷ്യൽ PP. വിശക്കുന്നു. പോട്ടെ. ജ്യൂസാണ് എനിക്ക് നീ. വേണ്ട. കുടിച്ചോ. വേണ്ട. അത് ബട്ടർ ജ്യൂസ് ആണ്. കുടിച്ചു നോക്കിയേ, നല്ല മധുരം ഉണ്ടാവും. അവസാനം കുടിക്കും. അത് കുടിക്കും. അവസാനം കുടിക്കും. നല്ല ടേസ്റ്റ് ഉള്ള ബട്ടർ ജ്യൂസ് ആണ്. മധുരം ഉണ്ടാവും, നല്ല മധുരം ഉണ്ടാവും. എന്താണ് മധുരം ഉണ്ടാവും? പച്ചവെള്ളം. ഇവിടെ സംഭവം എന്താ അറിയോ? ചില ആൾക്കാർ സീരിയസ് ആയിട്ട് എടുത്തെങ്കിലും മാത്രമാണ് നമുക്ക് എല്ലാം വർക്കാവും. ഇവിടെ എല്ലാം ചിരിച്ചിട്ട് തമാശയായിട്ട് എടുക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, ചില കാര്യങ്ങൾ കിട്ടുന്നില്ല. അതിന് മെയിൻ കാരണം ഞാൻ തുടങ്ങുമ്പോഴേ പറഞ്ഞു, ഇവിടെ ചിരിക്കാൻ പാടില്ലാന്ന്. അത് നിങ്ങൾക്ക് ആർക്കും വിചാരിച്ചാൽ പറ്റൂല. ഞാൻ ചിരിച്ചോണ്ടേ നിൽക്കും. ഞാനിപ്പോ കരിയാണെങ്കിൽ ചിരിച്ചോണ്ടേ നിൽക്കും. ഉറപ്പ് തന്നെയാണോ? നിനക്ക് ചിരിക്കാൻ പറ്റൂലല്ലോ. നിനക്ക് ഇനി എത്ര ശ്രമിച്ചാലും ഞാൻ സ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാല് നിനക്ക് ചിരിക്കാൻ പറ്റൂല. മാറിപ്പോയാ പറഞ്ഞത്? ഗ്രാമർ മാറിപ്പോയാ? ഇങ്ങോട്ടേക്ക് കൈതാതെ വർസാന. ആ ചുണ്ടിന് തുറക്കാൻ പറ്റൂല കേട്ടെങ്കിൽ. എങ്ങനെ നീ ചിരിക്കും നോക്കട്ടെ. ചുണ്ടടച്ചേ. ഇനി തുറക്കാൻ പറ്റൂല. ഇനി എനിക്ക് ചുണ്ട് തുറക്കാനും പറ്റില്ല, എനിക്ക് ചിരിക്കാനും പറ്റൂല. ചിരിക്കാൻ പറ്റൂല. അത് കൂടുതൽ ഹാർഡായിക്കൊണ്ടിരിക്കും. നല്ല ടൈറ്റിൽ ഒട്ടി പിടിച്ചിട്ടുള്ളു. ഇനി ചിരിക്കണോ? എനിക്ക് ചിരിക്കണോ? വേണ്ട, നിനക്ക് ചിരിക്കണ്ട. എനിക്ക് ചിരിക്കാൻ പറ്റൂല. ചിരിക്കാൻ പറ്റൂല. ഒന്ന് സ്നാപ്പ് ചെയ്താൽ എനിക്ക് ചിരിക്കാൻ പറ്റൂല. ഇല്ല, നീ ചുണ്ട് തുറന്നാലല്ല നീ ചിരിക്കൂ. ചിരിക്കൂലെന്നാണ് പറഞ്ഞത്. ഒട്ടിപ്പോയി. ഇനി ചിരിക്കോ? ചിരിക്കൂലെന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നുതരും. ചിരിക്കോ? നോക്കിയാല് ഞാൻ തുറന്നുതരും. ചിരിക്കൂലെന്ന് പറഞ്ഞാല് എന്നാ ഇനി തുറക്കാട്ടാ. ഇനി വേദന എടുക്കൂല. വേദനൊക്കെ പോയി. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആര് ചീത്ത പറഞ്ഞാലും ഞാൻ ആദ്യം ചിരിച്ചിട്ടേ പിന്നെ കരിയുള്ളൂ. ഞാൻ അങ്ങനെ ആയിപ്പോയി. എന്താക്കാനാ? നമുക്കിനി ഇനി വേറൊന്നും വേണ്ടല്ലോ. വല്യമ്മാനെ കാണിച്ചു തന്നാ മതി അല്ലേ? അത് നടത്താം. ഉള്ളിലിരിക്കാം നമുക്ക്. അത് പുറത്തത്തെ കുറച്ച് ഇതുണ്ടാകുമ്പോൾ കുറച്ച് ഡിസ്റ്റർബഡ് ആണ്. ഉള്ളിലിരിക്കാം. ഏറ്റു കഴിഞ്ഞാൽ ഞാൻ എന്താണോ പറയുന്നത് അതായിരിക്കും വിശ്വസിക്കാം. ഞാൻ എന്താണോ പറയുന്നത് അത് വിശ്വസിക്കാൻ പറ്റും. ഫർസാനക്ക് ഞാൻ എന്താണോ പറയുന്നത് വിശ്വസിക്കാൻ പറ്റും. ഫർസാനക്ക് ഞാൻ എന്താണോ പറയുന്നത് വിശ്വസിക്കാൻ പറ്റും. ഫർസാനന്റെ അജ്ജിമാനെ ഒരുപാട് ഇഷ്ടമാണ്. ഫർസാനന്റെ അജ്ജിമാന് ഒരുപാട് ഇഷ്ടമാണ്. ഫർസാനന്റെ മനസ്സിൽ ഫർസാന ഏറ്റവും കൂടുതൽ അജ്ജിമാനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട് ഫർസാനക്ക് ഇപ്പം അജ്ജിമാന്റെ മുഖം നല്ലപോലെ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. അജ്ജിമ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് ഫർസാനക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്.
അജീമ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് ഫർസാനക്ക് ഇപ്പം നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഫർസാന ഏറ്റവും ഇഷ്ടപ്പെടുന്ന അജീമ ഫർസാനന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് ഫർസാനക്ക് നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഫർസാന മുമ്പിൽ നിൽക്കുന്നതായിട്ട് ഫർസാനക്ക് നല്ല പോലെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അജീമാനെ ജസ്റ്റ് ഫർസാന ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ പൊക്കുന്നതും ഫർസാനക്ക് പറ്റും. അജീമ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അജീമാനെ ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫർസാന കൈ പൊക്കും. അജീമാനെ തൊടാൻ വേണ്ടിയിട്ട് ഫർസാന കൈ പൊക്കിയിട്ട് അജീമാനെ മുഖത്തേക്ക് കൈ കൊണ്ടുപോകുന്നുണ്ട്. അജീമാനെ നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട്. അജീമാന്റെ മുഖത്ത് തലോടുന്നുണ്ട്. അജീമാന്റെ മുഖത്തേക്ക് കൈ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അജീമാന്റെ മുഖത്തേക്കാണ് ഫർസാന കൈ കൊണ്ടുവന്നത്. അജീമാന്റെ മുഖത്ത് കവളിൽ നല്ലപോലെ തലോടുന്നുണ്ട്. അജീമാനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. മുഖത്ത് തലോടുന്നുണ്ട്. അജീമാനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഫർസാന ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഫർസാനന്റെ മുമ്പിൽ തന്നെ അജീമ ഉണ്ട്. അജീമാനെ ഫർസാനക്ക് നല്ലപോലെ കാണാനും പറ്റുന്നുണ്ട്. അജീമാനോട് എന്തോ പറയാനുണ്ട് ഫർസാനക്ക്. ഫർസാന അതിപ്പോ പറയുന്നതായിരിക്കും. ഫർസാനക്ക് അജീമാനെ ഒരുപാട് ഇഷ്ടമാണ്. ഫർസാനക്ക് അജീമാനോട് എന്തോ പറയാനുണ്ട്. അത് പറയാം. ഫർസാനക്ക് പറയാം അജീമാനോട് എന്താ പറയാനുള്ളതെന്ന് പറയാം കേട്ടോ. ഫർസാനക്ക് മുമ്പിൽ അജീമാനെ കാണാൻ പറ്റുന്നുണ്ട്. ഫർസാനക്ക് എന്തോ പറയാനുണ്ട്. അത് പറയാം. ഫർസാന അജീമാനെ കാണാൻ പറ്റുന്നുണ്ട്. ഫർസാനക്ക് അജീമാനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഫർസാനക്ക് അജീമാനെ മുമ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. ഫർസാന ഇനി കണ്ണു തുറന്ന് മുമ്പിൽ അജീമ ഉണ്ടായിക്കോട്ടെ. ഫർസാന കണ്ണു തുറന്നാൽ മുമ്പിൽ കാണാൻ പറ്റും. ഒന്ന് കണ്ണു തുറന്നാല് അജീമ കാണാൻ പറ്റും. ഒന്ന് കണ്ണു തുറന്നിട്ട് ഫർസാന ആരാ നോക്കി ഫർസാന ആരാത് ഒന്ന് എണീറ്റ് ഫർസാന എണീറ്റ് ഫർസാന ഒന്ന് എണീറ്റ്. അജീമാണ് വിളിക്കുന്നത്. അജീമാനെ കാണാൻ പറ്റും. അജീമാണ് മുമ്പിലുള്ളത്. ഫർസാനക്ക് കാണാൻ പറ്റും. ഫർസാന അജീമാണ് ഫർസാനന്റെ മുമ്പിലുണ്ട് കേട്ടോ. അജീമാനെ കാണാൻ പറ്റും. നല്ല കാണാൻ പറ്റും. ഓക്കെ ഫർസാന അത് ആരാന്ന് പറഞ്ഞേ? അതാരാ ഫർസാന? എനിക്ക് എന്താ പറയാനുള്ളത്? ഫർസാന കൂളാണ്. എന്താ പറയാനുള്ളത് എനിക്ക്? ഫർസാന ഇനി ഒന്ന് ഇതാ. ഫർസാന എന്നെ നോക്കി. ഇതാരാന്ന് പറഞ്ഞേ? അതാരാ? അജീമാണോ? അജീമാണത്. അജീമാനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒന്ന് കെട്ടിപ്പിടിച്ച അജീമല്ലേ? അജീമാണ്. അജീമാണ്. ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് കാണിച്ചു. ഫർസാന വന്നപ്പോ മുതല് അജീമാനെ കാണണം എന്ന് പറഞ്ഞിട്ട് എന്നോട് ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമെല്ലാം കുറെ ചിരിച്ച് കളിച്ചിട്ടെല്ലാം നിന്നതാണ്. അപ്പോ കുറച്ച് സീരിയസ് ആയിട്ട് എടുത്താലും പാളിപ്പോയി വെച്ചെങ്കിലും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഇപ്പൊ ആള് ശരിക്കും മുമ്പിൽ കണ്ടിട്ട് അതിന്റെ ഒരു ടെൻഷനിൽ ഇരിക്കുന്ന കേട്ടോ. ഇപ്പൊ ചില ആൾക്കാർ കമന്റ് ഇടും ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നില്ല. ആള് കൂളാണ്. ആ ടെൻഷനിൽ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ടെൻഷൻ നമുക്കിപ്പോ തന്നെ ഒഴിവാക്കാനും പറ്റും. ഇനി കമന്റ് ചെയ്തിട്ട് അതില് ഭയങ്കര പ്രശ്നമാണ്, ടെൻഷൻ അടിച്ചെങ്കിൽ വേറെ പ്രശ്നമാവും, അങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം പറയുന്നുണ്ടാവും. അങ്ങനെയുള്ളവരോട് പറഞ്ഞ് ഇതിപ്പം ഉള്ള ഒരു ആൻസൈറ്റിലുള്ള കണ്ട ഒരു എക്സൈറ്റ്മെന്റിൽ മാത്രം കിടക്കുന്നതാണ്. വേറെ യാതൊരു പ്രശ്നമില്ല കേട്ടോ. ആള് കൂളാണ്. പിന്നെ ഇപ്പൊ എണീറ്റ് കഴിഞ്ഞാൽ ആള് ഫുൾ ഓക്കെ ആയിരിക്കും, ഹാപ്പി ആയിരിക്കും. അതുപോലെ ആയിരിക്കും കേട്ടോ ആക്കല്. അപ്പം ആഗ്രഹം പറഞ്ഞിട്ട് നമ്മ ഇവിടെ വന്നിട്ട് ചെയ്തു കൊടുത്താണ്. എന്തായാലും ആള് നോർമലാണ്, പ്രശ്നമൊന്നുമില്ല, ഹാപ്പിയാണ്. അപ്പം എണീച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും നമുക്ക് എണീപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞാൽ എണീക്കും. എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ആൾക്കാരും പറയുന്നുണ്ട് ഞാൻ എന്തോ ചാത്തൻ സേവ് ചെയ്യുന്നുണ്ട്, മറ്റേ ജിന്നിൻ്റെതാണ്.
ഇസ്ലാം എന്ന് പുറത്തും ഞാൻ എന്തെങ്കിലും ഇസ്ലാമികപരമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. മൂപ്പരാള് പറഞ്ഞ് ഒന്ന് കണ്ണടിക്കുക, ആ ആളെ മനസ്സിലൊന്ന് വിചാരിച്ചാ മതി എന്ന് പറഞ്ഞു. നമ്മള് ഒരാളെ കാണാൻ ആഗ്രഹിക്കുമ്പോ ആളെ മുഖം ഒന്ന് മനസ്സിൽ വിചാരിച്ചാലേ നമുക്ക് ചിലപ്പോ കാണാൻ ശരിക്കും മൈൻഡ് റിലാക്സ് ചെയ്തിട്ട് നമ്മള് പുറത്തുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ സംഭവം മൈൻഡിൽ നിന്ന് മാറ്റി നമ്മൾ പറയുന്ന കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഫുള്ളൊന്ന് ബോഡിയിൽ റിലാക്സ് ചെയ്തതിനു ശേഷം ആരാണോ കാണേണ്ടത് അവരെ പറയുന്ന സമയത്ത് അവർ മുമ്പിൽ കാണുന്നതാണ് കേട്ടോ. അല്ലാണ്ട് ഇതില് ചാത്തൻ സാബായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. അതെനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ല, അവിടെ ഇരുന്നപ്പോ മൈൻഡ് ഓക്കെ അല്ലേ സത്യം. അത് ഞാനൊരു റൂമിൽ നമ്മൾ ഇരുന്നപ്പോ ആർക്കൊക്കെ ഇനി കാണുന്നു പറഞ്ഞിട്ട് വരുന്നുണ്ടാവല്ലോ, വരല്ലേ? അതിനെ വിളിച്ചതാ. പക്ഷെ ഇതെന്താ സംഭവം എന്നോട് ഒരു വട്ടം അന്നെ ആരും എന്തോ ഹിപ്നോട്ടിസം ചെയ്യാനില്ല, അതൊന്നും ഇല്ലാന്ന് എനിക്ക് വേണേ പോരിന്ന് പറഞ്ഞു. എനിക്ക് നഷ്ടം ഉണ്ടാവുന്ന ഞാൻ ഇപ്പൊ ഫ്രീ അല്ലെങ്കിൽ ഒക്കെ വെക്കാതെന്ന് പറഞ്ഞോളൂ. അങ്ങനെ വരാണ്ടിരുന്നതാണ്. അപ്പൊ അടുത്ത പ്രാവശ്യം ജുബി അങ്ങോട്ടേക്ക് വന്നിട്ട് വിളിക്കട്ടെ. ആയിക്കോട്ടെ. അപ്പൊ ഈ ആർക്കെങ്കിലും ഇങ്ങനെ കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്. അപ്പൊ ആളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.